നമസ്കാരം. ഞാൻ മോഹൻ ത്രിവേണി, ആദിവാസി മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് നമ്മുടെ ആദിവാസി മഹാസഭയുടെ 27ാം വാർഷിക സമ്മേളനം വിതുരയിൽ വച്ച് 21/4/2024 ഞായറാഴ്ച നടക്കുന്ന പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്തത്. ആദിവാസി മഹാസഭ ഒരുപക്ഷേ കേരളത്തിലെ തലയുറപ്പുള്ള പട്ടികവർഗ ഗോത്ര സംഘടനകൾ മികച്ച ഒരു പ്രസ്ഥാനമാണ് തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നത്. 27 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഈ സംഘടന നിരവധി ഗോത്ര നിരവധി വിഷയങ്ങളിൽ ഇടപെടുകയും അതുപോലെ തന്നെ സാമൂഹ്യ പൊതുരംഗത്തൊക്കെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് ഇന്നുവരെയും സംഘടന കാഴ്ചവച്ചിട്ടുള്ളത്. ഗോത്ര വിഭാഗങ്ങൾക്ക് മാത്രമല്ല, എല്ലാ സമസ്ത മേഖലയിലും ജനകീയമായിട്ടുള്ള മതേതരമായിട്ടുള്ള അതുപോലെ വികസന കാര്യങ്ങളിലൊക്കെ തന്നെ സമരങ്ങളിലായിരുന്നാലും ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് മതേതര അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തമായ പ്രസ്ഥാനമാണ് ആദിവാസി മഹാസഭ എന്ന് ഞാൻ പറയാതെ തന്നെ ഈ സമൂഹത്തിന് അറിയാവുന്നുള്ളൊരു കാര്യമാണ്. ഈ സംഘടനയുടെ 27ാം വാർഷിക സമ്മേളനത്തിൻ്റെ പ്രത്യേകത വിവിധങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകളാണ് നമ്മളവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് രാവിലെ 9 മണിക്ക് പതാക ഉയർത്തുന്നതോടുകൂടി നമ്മുടെ ആദിവാസി മഹാസഭയുടെ ഈ 27ാം വാർഷിക സമ്മേളനം ആരംഭിക്കുകയാണ്. അവിടെ വരുന്ന മുഴുവൻ ആളുകളെയും അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ അതിനുശേഷം ഓരോരോ പരിപാടി, ആദ്യം രാവിലെ നടക്കുന്ന വാർഷിക സമ്മേളനമാണ്. 10:30 വാർഷിക സമ്മേളനമായിരിക്കും. 12:30 വാർഷിക സമ്മേളനം അവസാനിക്കും. ആ അവസാനിക്കുന്ന അവസരത്തിൽ 12 മണിക്ക് തന്നെ നമ്മൾ ഈ ഗോത്ര വിഭാഗങ്ങളെ സംബന്ധിക്കുന്ന ഗോത്രങ്ങൾ എന്താണ്, ഗോത്ര വിഭാഗം ആരായിരുന്നു, അവരുടെ പൂർവികരായിരുന്നു, അവരുടെ ഭൂമി, അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. മുഖ്യ പ്രഭാഷകനായിട്ട് അവിടെ എത്തുന്നത് നമ്മുടെ വെള്ളനാട് ശ്രീ രാമചന്ദ്രൻ സാറാണ്. അതായത് ചരിത്രകാരനാണ്, ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ചും ഗോത്രങ്ങളെക്കുറിച്ച് വളരെ ആധികാരികമായി വളരെ ഡീപ്പായി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ക്ലാസ് എടുക്കുന്നത്. ആ ക്ലാസ്സിലേക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി ഇപ്പം നമ്മൾ നേരിടുന്നൊരു പ്രശ്നം, പുതിയ തലമുറയിലെ ഗോത്രങ്ങൾ ആ ഗോത്ര സംസ്കാരത്തിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. അതിൻ്റേതായിട്ടുള്ള അപജയങ്ങളും അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മാറിയ കാലഘട്ടത്തിൽ. കാലത്തിനനുസരിച്ച് മാറുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ അതിനനുസരിച്ച് ആ ഗോത്ര സംസ്കാരവും അവരുടെ സംസ്കൃതിയും നിലനിർത്താത്തതിൻ്റെ ഒരുപാട് പാളിച്ചകൾ പുതിയ സമൂഹം നേരിടുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അറിയപ്പെടുന്ന ചരിത്രകാരനായിട്ടുള്ള ശ്രീ രാമചന്ദ്ര സാറിനെ ഈ ഒരു ഗോത്രങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അതിൻ്റെ മുഖ്യ പ്രഭാഷണത്തിൻ്റെ അദ്ദേഹം വച്ചിരിക്കുന്നത് സഖ്യൻ്റെ മക്കൾ, ഗോത്ര സംസ്കാരവും സംസ്കൃതിയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സാണ് അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന് ഞങ്ങൾ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും സെറ്റിൽമെൻറ്റുകൾ സന്ദർശിച്ചു കഴിഞ്ഞു. അവിടെ നിന്നെല്ലാം പുതിയ തലമുറ ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളെ പരമാവധി ആ ക്ലാസ്സിൽ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പരമാവധി ആളുകൾ അതിനകത്ത് പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അന്ന് തന്നെ അവർക്ക് വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പരമാവധി ആളുകൾക്ക്, പരമാവധി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട പ്രത്യേകിച്ച് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രവർത്തകരായിട്ടുള്ള ആളുകൾക്കല്ല ഇതിൻ്റെ ഗുണം ലഭിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത, അന്ന് നമുക്ക് 1 മണിയോടുകൂടി പരിപാടി അവസാനിച്ച് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിഞ്ഞാൽ 2 മണിക്ക് നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ പത്ര പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ച് വരുന്ന നമ്മുടെ അതായത് പ്രാദേശിക ലേഖകരായിട്ടുള്ള പത്രപ്രവർത്തന രംഗത്തുള്ള ആളുകളെ നമ്മൾ അവിടെ മൊമൻറ്റോ നൽകി അനുമോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഗസ്ത്യർകൂടത്തു നിന്നുള്ള ചാറ്റ് വിദഗ്ധൻ, അദ്ദേഹത്തിന് നമ്മൾ മൊമൻറ്റോ നൽകി നമ്മൾ ആദരിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഡൽഹി റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത നമ്മുടെ തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുത്ത ശ്രീ പ്രണവ് ചെറുകര എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ ഞങ്ങൾ ആദരിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആദിവാസി മേഖലയിൽ നിന്നുള്ള 2 കൈ നഷ്ടപ്പെട്ട ശ്രീധരൻകാണി, സംസ്ഥാനത്തിൻ്റെ പ്രത്യേക കാർഷിക അവാർഡ് കരസ്ഥമാക്കിയ ശ്രീധരൻകാണിയെ ഞങ്ങൾ വേദിയിൽ വെച്ച് അനുമോദിക്കുകയും അതുപോലെ പുരസ്കാരങ്ങൾ നൽകുന്ന ഒരു ചടങ്ങ് ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ പത്രപ്രവർത്തക രംഗത്തുള്ള ആളുകളെ നമ്മൾ ആദരിക്കുന്നതിന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഒരുപാട് ഈ പറയുന്ന ശാരീരികമായ വൈകല്യങ്ങളുള്ള ആളുകൾ,
സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെയൊക്കെ നിരവധിയാണ്. രോഗികളായിട്ടുള്ള ആളുകളെയൊക്കെ സഹായിക്കുന്ന, അതുപോലെ കല്യാണങ്ങൾ നടത്തി കൊടുക്കുന്ന കാര്യത്തിലേക്ക് സംഘടന ഒരുപാട് ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഈ അടുത്ത കാലത്തായി പൊടിയക്കാലയിൽ 2 നമ്മുടെ സഹോദരങ്ങളെ, ഒരാളെ കരടി കടിക്കുകയും രാജേന്ദ്രൻ കരടി കടിച്ച് 2 കൈ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തങ്കപ്പൻ കാണി എന്ന് പറയുന്ന ഒരു വ്യക്തി കാട്ടുപോത്തിൻ്റെ കുത്തേറ്റ് അദ്ദേഹത്തിൻ്റെ കുടൽ വെളി ചാടി വളരെ അവശതയിൽ 2 പേര് ഉണ്ട്. ആ 2 പേരെയും വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയായിട്ട് വനം വകുപ്പ് 5000 രൂപ കൊടുത്തതല്ലാതെ ഇതുവരെ ഒരു ആനുകൂല്യം അവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് അവർക്കൊരു തുക കൊടുക്കുന്ന ഒരു ചടങ്ങും കൂടെ ഞങ്ങൾ അവിടെ നടത്തുന്നുണ്ട്, അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള. അങ്ങനെ സംഘടനയുടെ 27ാം വാർഷികം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പരമാവധി ആളുകൾ ഈ ക്ലാസ്സിലും അതുപോലെ തന്നെ ഇതിലൊക്കെ പങ്കെടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. അതിന് മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഈ പുരസ്കാരങ്ങളെല്ലാം കൊടുക്കുന്നതിനും ഈ ധനസഹായം കൊടുക്കുന്നതിനും ഒക്കെ നമ്മൾ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ഒരു മുഖ്യ അതിഥി എന്ന് പറയുന്നത് നമ്മുടെ വനം വകുപ്പിൻ്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജസ്റ്റിൻ തോമസ് എന്നാണ്. അദ്ദേഹം അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്, കൂടാതെ എക്കോ ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രൈബൽ വെൽഫെയർ 3 കൈകാര്യം, സംസ്ഥാനത്തെ ട്രൈബൽ വെൽഫെയറിൻ്റെ വനം വകുപ്പിൻ്റെ കൈകാര്യം ചെയ്യുന്ന പ്രഗത്ഭരായിട്ടുള്ളൊരു ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് അവിടെ വെച്ചിട്ട്, ഈ ചടങ്ങിൽ വെച്ചിട്ട് എല്ലാ ഉപകാരങ്ങളും അനുമോദങ്ങളും ഒക്കെ നമ്മൾ നടത്തുന്നതിന്, അത് 2:30-നാണ് ആ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പരിപാടി ഗംഭീരമാക്കി തീർക്കുന്നത്, വിജയിപ്പിക്കുന്നതിന് എല്ലാ ഗോത്ര സമൂഹങ്ങളുടെയും ഇതിനകത്ത് ഈ സംഘടനാ പ്രവർത്തകരുടെയും അകമഴിഞ്ഞ സഹായവും സഹകരണവും ഉണ്ടാവണം. കൃത്യമായിട്ടും പ്രത്യേകിച്ചും ഈ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുവാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. പല ഘട്ടങ്ങളിലും ഇത്തരം ക്ലാസ്സുകളും ഒക്കെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ആളുകളുടെ വരാതിരിക്കുന്നതാണ്, അവർ ബോധവൽക്കരിക്കുന്നത് നമുക്ക് കഴിയാതെ പോകുന്നത്. ഞങ്ങൾ സംഘടന മാത്രം പറയുന്നൊരു കാര്യമല്ല, ഈ പല സർക്കാരിൻ്റെ പദ്ധതികളായിരുന്നാലും പല ആളുകളും പല പദ്ധതികളും ഇവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ആളുകൾ വിമുഖത കാണിക്കുന്നുണ്ട്. ആ വിമുഖതയാണ് നമ്മുടെ ഇന്നത്തെ പരാജയങ്ങൾക്ക് കാരണമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം അവസരങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗിക്കണം. അതിൻ്റെ ഒരു അവസരമാണ് ഈ വരുന്ന 21-ാം തീയതി വിതുര തേബിയോട് ജംഗ്ഷനിലെ NSS ഹാളിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പരമാവധി നമ്മുടെ സംഘാടകരും നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങളും ഒക്കെ തന്നെ പരമാവധി പങ്കെടുത്ത് ഇത് ഗംഭീരമാക്കണം, ഇതിൻ്റെ ഗുണം ലഭിക്കുന്ന ഒരു തരത്തിലേക്ക് എല്ലാവരും ചിന്തിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി.